ഹലോ, ഇന്ന് നമ്മൾ ഞായറാഴ്ചയായിട്ട് ഞണ്ടിനെ പിടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഞാനുണ്ട്, കുട്ടാട്ടനുണ്ട്. ആ കുട്ടാട്ടൻ തോട്ടിൻ്റെ അടിക്കിൻ്റെ ഉള്ള ഏട്ടനുണ്ട്. ഏട്ടൻ ഇന്നൊരു ഞണ്ടിനെ കിട്ടി. അതും ചൂണ്ടിയിലാണ്ട് കൈനെ കൊണ്ടാണ് പിടിച്ചത്. കൈനെ കൊണ്ട് പിടിച്ച് അവനൊരു കുത്ത് കിട്ടി. അത് കഴിഞ്ഞ് കുട്ടാട്ടനൊരു ഞണ്ടിനെ കിട്ടി. അത്യാവശ്യം വണ്ണമുണ്ട്. എന്നാലും ഇല്ല, ഞായറാഴ്ചയായിട്ട് വെറുതെ ഇറങ്ങിയത്. എല്ലാവരും കൂടി ഒന്ന് ഇറങ്ങി. ഞാനുണ്ട്, കുട്ടാട്ടനുണ്ട്, പൊന്നോട്ടനുണ്ട്. ചാക്കിൽ ഒരു പകുതി മുറിച്ച ചാക്ക കിട്ടിയ സെൻറ്റിൻ്റെ അതിലാണ് ഞണ്ടിടുന്നത്. കണക്ക് വരുന്നതൊക്കെ ഒരു അടക്ക കിട്ടി. അത് ഞാൻ അതിലെടുത്തിട്ട് ഏതായാലും ഒരു വഴിക്ക് പോകുന്നതല്ലേ, നമ്മൾ എല്ലാവരും കൂടി. ഞാനും പൊന്നോട്ടനുണ്ട്. ഇന്ന് നോക്കുമ്പോൾ വെയിലാണ്, മഴയില്ല. ഞാൻ കോട്ടലിട്ടിട്ടാണ് ഉള്ളത്. മഴ പെയ്യുന്ന നോക്കുമ്പോൾ മഴ പെയ്തിട്ടില്ല. നമ്മളെ നെച്ചാടുള്ള തോട്ടിൽ തന്നെയാണ്, നെച്ചാടുള്ള നെല്ലൂർ തോട്ടിലാണ് പോയത്. നോക്കുമ്പോൾ ഒരു പുഴ, പുഴയല്ല, ഒരു കുളം കണ്ട്. അപ്പോൾ അതിൽ ഒന്നുമില്ല. അതിൽ ചൂണ്ടയിടാന്ന് ചൂണ്ടയല്ലല്ലോ, നമ്മൾ ഞണ്ടിനെ പിടിക്കാനല്ലേ വന്നത്. അതായത് എൻ്റെ സ്വന്തം നാട് പാലക്കുണ്ടം മാറി അടുത്ത തോട്ടിലേക്ക് വന്നു. നല്ല ഒലിപ്പാണ്, ഒന്നും കിട്ടിയില്ല. എന്നാലും കുറച്ച് നേരം നോക്കി, കിട്ടിയില്ല. കുറച്ച് ഞണ്ടിനെല്ലാം വരുന്നത് കാണുന്നത് നല്ലതായിട്ട് കിട്ടി. എല്ലാം കൂടി ഒരു ചാക്കിലിട്ട് ഒരു 5-10 ഉണ്ട് കിട്ടീന്. പിന്നെ നമ്മൾ തൽക്കാലത്തേക്ക് നിർത്തി. സമയം 5 മണി കഴിഞ്ഞ് തൽക്കാലം നിർത്തി. അതിന് തോട്ടിൽ തന്നെ വൃത്തിയാക്കിയിട്ട് പോകാമെന്ന് കുട്ടാട്ടൻ പറഞ്ഞ്. ഇതാണ് നമ്മുടെ കുട്ടാട്ടൻ. ഇതിൻ്റെ എല്ലാം സ്പെഷ്യലിസ്റ്റ് കുട്ടാട്ടനാണ്. കുട്ടാട്ടനത് തോട്ടിൽ തന്നെ വൃത്തിയാക്കലാണ്. വൃത്തിയാക്കി നേരെ കൊണ്ടുപോയി കറി വെക്കാനുള്ള പ്ലാനിൽ തന്നെ തീരുമാനിച്ച്. അപ്പം എനക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ നിന്ന് നോക്കി. എല്ലാം ഒറ്റക്ക് കുട്ടാടൻ തന്നെയാണ് ചെയ്ത്. അത് കഴിഞ്ഞ് നമ്മൾ രാത്രിക്ക് അത് ഫ്രൈ ആക്കി. ചക്ക ഉണ്ടായിരുന്നു പൊന്നോട്ടൻ്റെ വീട്ടിൽ നിന്ന്. ചക്കയിൽ നിന്ന് ചക്ക തന്നെ വെച്ച് ഞണ്ട് ഫ്രൈയും കൂടെ കൂട്ടി. ശുഭം.